നമസ്കാരം, ദിനേശാണ്. ഫാമി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കേരള ബാങ്ക് 5 ലക്ഷം രൂപ വരെ ഓട്ടോറിക്ഷ വാങ്ങുന്നതിന് വേണ്ടി ചെറിയ പലിശയിലും വലിയ കാലാവധിയിലുമായി ലോൺ കൊടുക്കുന്നതിന് പദ്ധതിക്ക് ആരംഭം കുറിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഫാമിംഗ് മേഖലയിലുള്ള കേരള ബാങ്കിന്റെ ലോണുകളെ കുറിച്ചും അതിന്റെ വിവിധങ്ങളായ സബ്സിഡിയെ കുറിച്ചും തിരിച്ചടവിനെ കുറിച്ചുമുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ആ വീഡിയോ കാണാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാണാത്തതുണ്ടെങ്കിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ ആ വീഡിയോ കാണാൻ പറ്റും. ഇന്ന് ആ വീഡിയോയുടെ ഭാഗമായി തന്നെ നമ്മൾ കേരള ബാങ്കിലെ അധികൃതരുമായി അല്ലെങ്കിൽ മാനേജറുമായി സംസാരിച്ചപ്പോൾ ഇത്തരത്തിലൊരു വായ്പ കൂടി അവർ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ പുതിയതായിട്ട് രൂപം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു വീഡിയോ കൂടി അതിന്റെ ഭാഗമായി തന്നെയാണ് നമ്മൾ ആക്കുന്നത്. ചെറിയ പലിശ ഇളവിൽ, ചെറിയ പലിശയിലും അതുപോലെ തന്നെ വലിയ കാലാവധിയിലും ഓട്ടോറിക്ഷകൾ വാങ്ങുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ചെറിയ ടാക്സി വാഹനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി 5 ലക്ഷം രൂപ വരെയുള്ള വായ്പ കൊടുക്കുന്നു എന്നുള്ളത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാവാൻ സാധ്യതയുണ്ട് എന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതുകൂടി ഒരു വീഡിയോ ആക്കി നമ്മൾ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അല്ലെങ്കിൽ ഈ വായ്പയുടെ വിശദാംശങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് കേരള ബാങ്കിന്റെ റീജിയണൽ മാനേജർ ആയിട്ടുള്ള സജിത് സാറാണ്. സജിത് സാറ് ഈ വായ്പയും അനുബന്ധ വിശദാംശങ്ങളും വായ്പയ്ക്ക് വേണ്ടി നൽകേണ്ട ഡോക്യുമെന്റുകൾ അല്ലെങ്കിൽ വായ്പയുടെ കാലാവധി, വായ്പയുടെ മാനദണ്ഡങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സാറേ, ഇപ്പോൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ലോണുകളെ കുറിച്ചും സ്കീമുകളെ കുറിച്ചൊക്കെ ബാലാജി സാർ പറഞ്ഞു കഴിഞ്ഞു. കാർഷിക മേഖലയ്ക്ക് അപ്പുറത്തേക്കുള്ള, അതായത് സ്വയം തൊഴിൽ, ചെറുകിട വ്യാപാരം നടത്തുന്നവർ, അവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള അവരുടെ ഭാഗമായി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഏതൊക്കെ ലോൺ സ്കീമുകളാണ്, പദ്ധതികളാണ് നമുക്കുള്ളത്, അതിന് ഇൻട്രസ്റ്റ് റേറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന്. തീർച്ചയായും കേരള ബാങ്കിൽ ഏതാണ്ട് 70ഓളം വായ്പാ സ്കീമുകളാണ് നമുക്ക് ഉള്ളത്. ഏതൊരാവശ്യത്തിനും വായ്പകൾ ആ കാറ്റഗറി അനുസരിച്ച് വായ്പകൾ വിതരണം ചെയ്യാൻ പറ്റുന്ന സുസജ്ജമായിട്ടുള്ള ഒരു സംവിധാനം കേരള ബാങ്കിലുണ്ട്. അതിൽ പ്രത്യേകമായിട്ടും നമ്മൾ മേഖല തിരിച്ചാണ് നമുക്ക് വായ്പകൾ എന്ന് പറയുന്നത്. കാർഷിക മേഖലയിലേക്ക് വായ്പകളുണ്ട്, അതുപോലെ തന്നെ MSME മേഖലകളിലേക്ക്, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ബാങ്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും പ്രത്യേകിച്ച് നമ്മൾ സംസാരിക്കുന്ന ഒരു ആഴ്ച എന്ന് പറയുന്നത് തന്നെ MSME വാരമായിട്ട് ആഘോഷിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ സംസാരിക്കുന്നത്. MSMEയിലേക്ക് ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് കേരള ബാങ്ക് ആകമാനം കേരള ബാങ്കിന്റെ 823 ശാഖകളിലും, കേരള സംസ്ഥാനം ആകമാനമുള്ള 823 ശാഖകളും വളരെ പ്രാധാന്യത്തോടുകൂടി MSME മേഖലയിലേക്കുള്ള വായ്പകളുണ്ട്. ഒരു സാധാരണക്കാരൻ്റെ ഒരു കൺസംഷൻ, ഉപഭോഗ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള നമ്മൾ സാധാരണഗതിയിൽ പറഞ്ഞു വരുന്ന മോർട്ട്ഗേജ് വായ്പകൾ, വസ്തു പണയത്തിന്മേൽ വാങ്ങിക്കുന്ന വായ്പകൾ ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ വ്യക്തിഗത വായ്പകൾ, പേഴ്സണൽ വായ്പകൾ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലേക്കുമുള്ള ഒരു വ്യക്തിയുടെയും ഏതൊരു വായ്പാ ആവശ്യത്തിനെയും അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സ്കീമുകളും നമുക്ക് ഇന്ന് നിലവിലുണ്ട്. ഒരു വ്യക്തിക്ക് നമുക്ക് 40 ലക്ഷം രൂപ വരെയും വായ്പകൾ ഒരു വ്യക്തികൾക്ക് നമുക്ക് നൽകുമ്പോൾ 40 ലക്ഷം രൂപ വരെയാണ് ഒരാൾക്ക് പരമാവധി നൽകുവാൻ കഴിയുന്ന നിലവിലുള്ള സാഹചര്യത്തിൽ 40 ലക്ഷം രൂപയാണ്. അത് MSME ആക്ടിവിറ്റി ആകുമ്പോൾ അതിനേക്കാൾ ഉയർന്ന് നമുക്ക് നൽകാനാവുകയും ചെയ്യും. കമ്പനിയുടെ സ്റ്റാറ്റസിലേക്കാണ് ഒരു കമ്പനി ആണെങ്കിൽ നമുക്ക് എന്താ പറയുക, ലിമിറ്റ് ഇല്ലാതെ തന്നെ വായ്പ നൽകാവുന്ന സ്ഥിതി, മീൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികൾക്കാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് വായ്പ നൽകാവുന്നതാണ്. ചെറുകിടക്കാരിലേക്ക് വരുമ്പോൾ ചെറുകിട കാര്യങ്ങൾ, ഇപ്പൊ കാർഷിക മേഖലയിലേക്കുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇത് തന്നെ ചെറുകിട മേഖലയിലേക്കും പ്രോജക്ട് റിപ്പോർട്ടിന്റെയും മറ്റ് എന്താ പറയുക മറ്റും ബേസിൽ നമുക്ക് വായ്പകൾ അനുവദിക്കാനാവും. 5 ലക്ഷം രൂപ വരെയും ഈടില്ലാത്ത വായ്പകൾ. അതാണ് പ്രധാനം. ഈടില്ലാതെ എല്ലാവരും വായ്പ എന്ന് കേൾക്കുമ്പോൾ ഈട് എന്ന നിലയിലേക്കാണ്. തീർച്ചയായിട്ടും ആ ഈടില്ലാതെയും നമുക്ക് നൽകാൻ പറ്റുന്ന, ബേസിക്കലി അതുപോലെ തന്നെ എന്താ പറയുക, കച്ചവട ആവശ്യത്തിലേക്ക്, വ്യാവസായിക ആവശ്യത്തിലേക്ക് ഒക്കെ പോകുന്ന രീതിയിലുള്ള വായ്പകൾ കേരള ബാങ്കിൽ നിന്ന്. ഓട്ടോ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ പുതിയ ഓട്ടോറിക്ഷ മേടിക്കാനുള്ള ലോണുകൾ സബ്സിഡി നിരക്കിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് പറയാൻ പറ്റുമോ? എങ്ങനെയാണ് അതിന്റെ സ്കീം, മറ്റു കാര്യങ്ങൾ? തീർച്ചയായും നമ്മൾ സംരംഭക വായ്പകൾ വളരെ കാര്യമായിട്ട് കേരള ബാങ്ക് ലക്ഷ്യമാക്കുന്നുണ്ടെന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു. അതിൽ തന്നെ പ്രത്യേകമായിട്ടും കേരള ബാങ്കിന്റെ KB സ്മാർട്ട് എന്ന് പറയുന്ന ഒരു വായ്പാ പദ്ധതിയുണ്ട്. 5 ലക്ഷം രൂപ വരെയുള്ള പ്രോജക്റ്റുകളുടെ ബേസിൽ 90% വരെ വായ്പകൾ നൽകുന്ന 10.2% അതിന്റെ പലിശ നിരക്ക് വരുന്നത്. ഈ സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഓട്ടോറിക്ഷയ്ക്കും നമുക്ക് വായ്പ നൽകാനാവും. ഈ സ്കീമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 1 ഫാമിലി 1 എന്റർപ്രണർ എന്ന സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്
ഇൻട്രസ്റ്റ് സബ്സിഡിയോടുകൂടി ആദ്യത്തെ 4 വർഷം, ഇത് ഈ വായ്പയുടെ തിരിച്ചടവിന്റെ പീരീഡ് 7 വർഷമാണ്. അതിൽ ആദ്യത്തെ വർഷം കൃത്യമായി തിരിച്ചടയ്ക്കുന്ന വായ്പക്കാർക്ക് അടുത്ത 4 വർഷത്തേക്ക് പലിശ സബ്സിഡിയായി 6% പലിശ സബ്സിഡി, അതായത് എഫക്റ്റീവ് റേറ്റ് ആയിട്ട് 4.2% മാത്രമാണ് ആദ്യത്തെ 4 വർഷങ്ങളിൽ വരുന്നു എന്നുള്ളതും, സംരംഭകൻ എന്നുള്ള രീതിയിൽ ഒരു സാധാരണഗതിയിൽ ഒരു ഓട്ടോ, പ്രത്യേകിച്ച് ഓട്ടോ 5 ലക്ഷം രൂപ വരെയുള്ള പ്രോജക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഓട്ടോകളായിരിക്കും ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അകത്തേക്ക് ഉൾക്കൊള്ളാൻ കഴിയുക. ഒരു സാധാരണക്കാരന്, ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള ഒരു ഫാമിലിയിലേക്ക് വളരെ ചുരുങ്ങിയ പലിശ നിരക്കിൽ വായ്പകൾ എത്താനുള്ള വലിയ സാഹചര്യം ഞങ്ങൾ ഈ പറയുന്ന കേരള ബാങ്ക് നടപ്പിൽ വരുത്തുന്ന KB സ്മാർട്ട് എന്ന് പറയുന്ന പദ്ധതിയിലുണ്ട്. അത് കേരള ബാങ്കിന്റെ എല്ലാ ബ്രാഞ്ചുകളിലും നമുക്ക് അന്വേഷണത്തിൽ തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ പ്രോസസ് ചെയ്യാൻ പറ്റും. കൊടുക്കേണ്ട ഈട് എന്ന് പറയുന്നത് വണ്ടി തന്നെയാണ്. വണ്ടിയുടെ ഹൈപ്പോത്തിക്കേഷൻ ആണ് ഇതിൽ പ്രധാനമായും ഈടായി വരിക. ഓക്കെ, നമുക്ക് ഈ വായ്പയ്ക്ക് തിരിച്ചടവ് എങ്ങനെയാണ് വരുന്നത്? എത്ര ലക്ഷത്തിന് എത്ര രൂപ വെച്ച് വരുന്നുണ്ട്? 7 വർഷം കാലാവധിയാണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. 1674 രൂപ 1 ലക്ഷം രൂപയ്ക്ക്. 1 ലക്ഷം ആണ്, 1 ലക്ഷം രൂപയുടെ വണ്ടിയാണ് വാങ്ങുന്നതെങ്കിൽ 1674 രൂപ മാസം തവണ തുകയായിട്ട് വരും. ഏകദേശം ഒരു 3.5 ലക്ഷം രൂപ നമുക്ക് കണക്കാക്കാൻ കഴിയുകയാണെങ്കിൽ 6000 രൂപയിൽ താഴെ നമുക്ക് ഒരു മാസത്തെ തിരിച്ചടവ് ഒരാൾക്ക് എന്നുള്ള രീതിയിൽ കണക്കാക്കാം. 1674 രൂപയാണ് നിലവിൽ 1 ലക്ഷം രൂപയുടെ തിരിച്ചടവ്. അപ്പൊ ഇതിന്റെ കൂടെ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോ പുതിയ വണ്ടികൾക്ക് മാത്രമാണല്ലോ നമ്മൾ ഇത് കൊടുക്കണം? അതോ? തീർച്ചയായും പുതിയ വണ്ടികൾ വാങ്ങിക്കുന്നതിന് മാത്രമായിരിക്കും, അല്ലാതെ മറ്റ് സെക്കൻഡ് ഹാൻഡ് വണ്ടിക്ക് തീർച്ചയായിട്ടും ഉണ്ടാവില്ല. അതൊരു സംശയമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതെ, അത് കഴിയില്ല. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ ലോണുമായി ബന്ധപ്പെട്ടോ ഏത് സംശയത്തിനും കേരളത്തിൽ ഏതാണ്ട് 800-ൽ ചില്ലാനം ബ്രാഞ്ചുകൾ കേരള ബാങ്കിനുണ്ട്. കേരള ബാങ്കിലെ നിങ്ങളുടെ അടുത്തുള്ള ബ്രാഞ്ചിൽ പോയി ബ്രാഞ്ച് മാനേജറെ കണ്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ വീഡിയോയിൽ പരാമർശിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംശയ നിവാരണത്തിന് സാധിക്കും എന്ന് തന്നെയാണ് നമ്മുടെ റീജിയണൽ മാനേജറായിട്ടുള്ള സജിത് സാർ നമ്മുടെ അടുത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സംശയത്തിനും നിങ്ങൾക്ക് കേരള ബാങ്കിലെ നിങ്ങളുടെ അടുത്തുള്ള ബ്രാഞ്ചുമായി ഈ ബന്ധപ്പെട്ട് നിങ്ങളുടെ ലോണിനുള്ള എലിജിബിലിറ്റി സംസാരിച്ച് ധാരണയാക്കാവുന്നതാണ്. എല്ലാ ലോണിനും ഉള്ളതുപോലെ തന്നെ സിബിൽ സ്കോർ സ്വാഭാവികമായിട്ടും ഈ ലോണിന് ബാധകം തന്നെ ആയിരിക്കും എന്നുകൂടി ഇതിന്റെ ഭാഗമായി പറയുകയാണ്. മറ്റൊരു മികച്ച വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.